നമസ്കാരം. നമ്മുടെ GCD ടോക്കണിന്റെ നമ്മൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണതിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു പരിസമാപ്തിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യും. അത് ഡേറ്റ് ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. ആ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ അതിനുള്ളിൽ തന്നെ നമ്മുടെ GCD മാർട്ട് വന്നു, GCD ഓഫ്ലൈൻ വന്നു. അപ്പൊ ആ ഒരു വർഷ കാലഘട്ടങ്ങളിൽ നിക്ഷേപിച്ച ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഈ ഗ്രോത്ത് ലെവലും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനൊരു എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും, അല്ലെ നമ്മുടെ ടോക്കണിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പം അതിന് എപ്പോഴും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടേതായിട്ടുള്ള എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ ടോക്കൺസിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെ പറയുന്നതായിരിക്കും. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ GCD മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടോക്കൺ ഫ്രീ കൊടുക്കുന്നുണ്ട്. അതൊരു 5000 രൂപ മുതൽ മേൽപോട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടോക്കൺ ഫ്രീ കൊടുക്കുന്നത്. പക്ഷെ ആ ടോക്കൺ ഫ്രീ കിട്ടുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ GCD മെമ്പേഴ്സ് ആയിട്ടുള്ള ശ്രീ ഇഷാക്ക് ഒരു മിക്സി വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹത്തിന് 20 ടോക്കൺ കിട്ടുമ്പോൾ ആ ടോക്കണിലൂടെ ആ ടോക്കണിന്റെ മൂല്യം വർദ്ധിച്ച് അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പം ഈ ടോക്കൺ തന്നെ അവർക്ക് അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു വലിയ അസറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടോക്കൺ വഴി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഒരു 2-3 വർഷക്കാലം കൊണ്ട് തന്നെ നമ്മുടെ ഈ GCD മാർട്ട് എന്ന് പറഞ്ഞ കൊമേഴ്സ് സൈറ്റിൽ തന്നെ പരമാവധി ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചേർത്തലെ തുടങ്ങിയിട്ടുള്ള GCD ഓഫ്ലൈൻ, അവിടെ നമുക്ക് ഇതിനകത്ത് കാണുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം ചില ആൾക്കാർക്ക് ചില മിഷനറീസ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് അത് നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഓരോരോ പ്രൊജക്റ്റും ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഇത്തരം ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ GCD ടോക്കൺ അതിനെപ്പറ്റിയും അതിന്റെ ബിസിനസ് രംഗത്തെ പറ്റിയും ലോകത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GCD ന്യൂസ് ചാനൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റു ചാനലിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ എല്ലാവർക്കും പറയാനുള്ള രീതിയിലാണ് ഈ GCD ന്യൂസ് ചാനൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോരോ കാര്യങ്ങളുമാണ് ഇതിലൂടെ നടപ്പിലാക്കുകയും ഈ 10ഓളം പ്രൊജക്റ്റില് എത്രത്തോളം പെട്ടെന്ന് നമ്മൾ ഓരോ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇത് ലോകത്തെ ജനങ്ങളെ അറിയിക്കാൻ ഒരേ ഒരു മാർഗം ഞാൻ നോക്കിയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ 4ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പൊ മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ന്യൂസ് ചാനൽ തുടക്കം കുറിച്ചു. അതൊരു 4ാമത്തെ വർഷത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സാറ്റലൈറ്റ് ചാനലിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫിലിം, അതായത് ഒരു നല്ലൊരു സിനിമ, ആ സിനിമ എന്ന് പറയുന്നത് ഹിന്ദിയിൽ എടുത്തുകൊണ്ട് മറ്റു രാജ്യക്കാർക്കും കൂടി കാണാൻ പറ്റുന്ന രീതിയിലും അറിവുകൾ ഉൾപ്പെടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും ഈ സിനിമയെ അത് വീക്ഷിക്കാനും നമ്മളുടെ പ്രവർത്തനം രീതികൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള 2 ഉദ്ദേശമാണ് ഈ സിനിമയിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സിനിമ ഏറ്റവും വലിയൊരു മാധ്യമമാണ്. ജനങ്ങളിൽ അത് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത നടന്ന ഒരു എമ്പുരാൻ സിനിമ. ഒത്തിരി വിവാദങ്ങളായി അതിനെ ചുറ്റിപ്പറ്റി ആൾക്കാർ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ വേർതിരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഏതൊരു സിനിമയാണെങ്കിലും നമ്മൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ടാകും. അപ്പൊ നമ്മുടെ ഈ കൺസെപ്റ്റും GCDയുടെ കൺസെപ്റ്റും ആ സിനിമയെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് GCD എന്ന് ജനങ്ങൾക്ക് വ്യക്തമാകും. അതിലൂടെ സമൂഹത്തിനും രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രയാണം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലെ ഒരു കാര്യം നമ്മൾ ഒരു സിനിമ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഫിലിം ഇൻഡസ്ട്രി ഓരോ സംസ്ഥാനത്തിനും ഓരോരോ മേഖല അവരവരുടേതായിട്ടുള്ള മേഖലയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ എല്ലാ സംസ്ഥാനത്തും നിൽക്കുന്ന സിനിമകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് നല്ലൊരു ഫിലിം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം നടത്തുന്നത്. ഇന്ന്
നമ്മുടെ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ, അല്ലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയാറുണ്ട്, മിക്കവാറും സിനിമകളെല്ലാം നഷ്ടത്തിലാണ് പോകുന്നത്. ഏകദേശം 200ഓളം സിനിമ കേരളത്തിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 10-20 സിനിമ മാത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പരാജയത്തിൽ പോകണം. അപ്പോൾ 180ഓളം ഒരു വർഷം പ്രൊഡ്യൂസർമാരുടെ അവർ കുത്തുവാള എടുക്കുന്ന ഒരു ലെവലിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഓരോരോ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് ഈ വീഡിയോ ചുരുക്കാം. താങ്ക് യു.